ഓടി വാ. എന്ത് രാവിലെ കറങ്ങാൻ പോയി? നീ എവിടെ പോരുന്നടാ? കമ്പനി എടുത്താണ് ഫാത്തിമ. കമ്പെടുത്താണ് ഫാത്തിമ. ഇനി വാ അമ്മച്ചി അടിക്കൂല. വാ മക്കൾ, ചായ കുടിച്ചില്ലെങ്കിൽ ഉമ്മ അടിക്കും. കുടി. ലിയോ അയ്യോ കണ്ട എൻ്റെ കാക്കയെ ഓട്ടിക്കണ്. ലിയോരെ പാത്രം കണ്ട്, ചോറ് കൊടുക്കണ പാത്രം കണ്ട്. ഇനിയിപ്പോൾ അത് മതി അവന്. മക്കൾ കുടി, ചായ കുടി ലിയോ. ഇനി വാ ഡേയ് ഇവിടെ വാടാ. ഇവനെ വിരട്ടിയാലേ വരും. വാ മക്കൾ ചായ കുടി. ദാ കുട്ട ഇവിടെ വന്നാണ്. ഇറങ്ങടാ, കൂട്ടിന്ന് വാടാ. അവിടെ ഇന്ന് മുട്ട ഇല്ലാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ രാവിലെ ഒരു മുട്ട കുടിക്കും. മക്കൾ വാ, എൻ്റെ പൊന്ന് വന്നാ. കുട്ടപ്പാ, അമ്മച്ചി മുട്ട വൈകിട്ട് മേടിച്ച് തരാം. കട ഇപ്പം അടച്ചിരിക്കണ, തുറന്നില്ല. എൻ്റെ മക്കൾ ചായ കുടി. എൻ്റെ കുട്ടി വിശക്കുകയാണ്. കുടിയൊക്കളെ എൻ്റെ പൊന്നാരി കുച്ചി. ഒരു വിധത്തിൽ കുടിക്കൂല. പൊന്നുമക്കൾ കുടി, മുത്തുകുടി, കണ്ണുകുടി എന്നൊക്കെ പറയുമ്പോഴേ കുടിക്കൂ. എൻ്റെ മക്കൾ കുടി, എൻ്റെ കുഞ്ഞു കുടി, ചായ കുടി, പൊന്നാര കുടി. എൻ്റെ പൊന്നുമക്കൾ കുടി. കാര്യം ഉണ്ടാക്കാതെ കൊണ്ടുപോ. ഫാത്തിമയുടെ കൊണ്ട് പോയി അവിടെ അടുത്ത് കളഞ്ഞ് ഞാൻ പോയി എടുത്ത് തിന്നോളാം. പോട്ട് കുടി. ചായ കുടിച്ച് തീർന്നില്ല പൊന്നേ. എൻ്റെ മക്കൾ കൂട്ട ലിയപ്പൻ എവിടെ? എൻ്റെ ലിയോ പോ, ഗേറ്റിൻ്റെ അവിടെ പോ. വാ ഉമ്മച്ചി വരാം, ഗേറ്റിൽ പോവാം. വാ ഗേറ്റിൻ്റെ അവിടെ വാ. അതോ പട്ടി വരണം ഗേറ്റിൻ്റെ അവിടെ. ഓട് വാ ഓട് മക്കൾ. മുമ്പേ പോ. ലിയോ പട്ടി പോണാക്കളെ. മക്കൾ പട്ടി പോണാന്ന് നോക്കിയാണ്. എൻ്റെ കുട്ടി എവിടെ? എൻ്റെ പൊന്നാരി മോനെവിടെ? മച്ചിട്ട് ചക്കരി ശുണ്ണരി എവിടെ? എവിടെ പോണ്? ബാ നമുക്ക് താത്തിച്ചി വരണമെന്ന് നോക്കാം. ഫാത്തിമായേ കോളേജിൽ നിന്ന് വരണമെന്ന് നോക്കാം. എന്നാ ബാ ഇവിടെ ഒന്ന് നോക്കാം. ബാ ഇതുണ്ടാ ലിയോ. വരണ് ദാണ്ട. ബാ ഇവിടെ കയറിന്ന് നോക്ക് മക്കള്. നോക്ക്. അയ്യോ എൻ്റെ കുട്ടി താത്തിച്ചി വരണമെന്ന് നോക്കി. ഫാത്തിമോ വാടി ഫാത്തിമ വാ. എൻ്റെ കൊച്ചു കോളേജിൽ നിന്ന് വരണാ. ദാണ്ട. ബാ ഇനി നമുക്ക് ഗേറ്റിൻ്റെ അവിടെ പോയി നോക്കാം. ബാ താത്തച്ചി വരണം ഗേറ്റിൻ്റെ അവിടെ. വാ ഓടി വാ ലിയോ. വാ ഓടി വാ. ഗേറ്റിൻ്റെ അവിടെ പോയി നോക്കാം. താത്തച്ചി വരണമെന്ന് നോക്കിയാണ് മക്കള്. വിളി ഫാത്തിമോ. ബാ എൻ്റെ കൊച്ചിനെ കണ്ടില്ലല്ലോ ഫാത്തിമായ. മക്കളെ ഇവിടെ പാമ്പുണ്ടാന്ന് നോക്കിക്കാണ്. ഇവിടെയാണ് പാമ്പ് കിടന്നത് കേട്ടോ. ഇവിടെ ഒരു പാമ്പിങ്ങനെ മതിൽ ചുറ്റി നിന്ന് ഭയങ്കര കാടല്ലേ. ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇഴഞ്ഞിങ്ങനെ പോയി. എന്തിനാ ഒരു കാ കിടക്കണല്ല? കാ അല്ല, ഒരു പെച്ചങ്ങയാണല്ല. നോക്കട്ടെ. ഈ കൊമ്പേറി ഇങ്ങനെയുള്ളതൊക്കെ കാണും. ഇതാണ്ട ഇവിടുത്തെ കാട്. ഇവിടെ അത്രയും ഞാൻ കാടെടുത്തതാണ്. വേണ്ട മൊത്തം ഞാൻ കാട്. കൈ ഒടിഞ്ഞതിന് ശേഷം പിന്നെ എന്നെ കൊണ്ട് പറ്റണില്ല കാടെടുക്കാൻ. ഇടത്തെ കൈ ഒടിഞ്ഞു പോയി. പിന്നെ കണ്ട ഇത് വനമായിട്ട് കിടക്കുകയാണ്. പിന്നെ ലിയോ കയറി ഓടുന്നത് കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഭയങ്കര കാട്. ഇല്ല അവിടെ ഒരു മുടി കരിയപ്പലയാണാ നിൽക്കണേന്ന് അറിയാൻ വയ്യ. വേണ്ട ഇവിടെ എന്തോ ഒരു വനം. നമ്മളിവിടെ വാടകയ്ക്ക് വന്നിട്ട് 1 വർഷമായി. ഈ 1 വർഷം ഞാൻ വാടകയ്ക്ക് വന്ന് അഡ്വാൻസ് കൊടുത്തപ്പോൾ തന്നെ, ഡിപ്പോസിറ്റ് കൊടുത്തപ്പോൾ തന്നെ നമ്മൾ വേണ്ട ഒരു പപ്പമരം നിൽക്കണണ്ട. ഭയങ്കര കാട്. എങ്ങനെ അങ്ങോട്ട് കയറും? നമ്മൾ അയാളടുത്ത് ഓണറടുത്ത് പറഞ്ഞ് ആരെങ്കിലും കൊണ്ട് കാട് എടുപ്പിക്കണേ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ വരെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ ലിയോയും ലെനോയും കാരണമാണ് നമ്മളിവിടെ വന്നത്. അപ്പാർട്ട്മെൻറ്റിലൊന്നും കൊണ്ടുപോകത്തില്ലല്ലോ, അവരെ കയറ്റൂലല്ലോ. അങ്ങനെ നമ്മൾ ആദ്യം അപ്പാർട്ട്മെൻറ്റിലായിരുന്നു, വാടകയ്ക്കായിരുന്നു. ഞാനും 2 മക്കളും വാടകയ്ക്കായിരുന്നു. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ 40 സെൻറ്റുണ്ട്. 40 സെൻറ്റെന്ന് പറയാനേ പറ്റൂ. ഇതൊരു ഷെഡാണ് കേട്ടോ. ഇതിനകത്താണ് നമ്മളെ ലിയോയെ കിടത്തുന്നത്. ഈ കൂട് ഇതൊരു ഷെഡ്. പിന്നെ ഇവിടെ ഇങ്ങോട്ട് മുറ്റമാണ്. വേണ്ട ഇവിടെ മുറ്റം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ വീട്, നമ്മൾ താമസിക്കുന്ന വീട്.
പിന്നെ ഇത് ഭയങ്കര കാടെന്ന് പറഞ്ഞ ശംഖുപുഷ്പം. ഇതൊക്കെ എൻ്റെ കൈ ആവും എന്നുള്ളപ്പോൾ നട്ടതാണ്. പിന്നെ അതാ പൂത്തിരിക്കണേ ശംഖുപുഷ്പം. ചുന്നരി കുറ്റിയേ കാട്ടിൻ്റെ ഇടയിൽ എന്തെറിയേ ചുന്നരി വാവാ. വേണ്ട മല്ലിച്ചെപ്പ് വേണ്ട, മല്ലിയില. ഇവിടെയെങ്കിലും ഒന്നും ചെയ്യത്തില്ല. മല്ലിയില, ഇത് മൈസൂർ ചീരയില. ഇതൊക്കെ ഞാൻ കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടതാണ്. ഇനി ഇതെല്ലാം കരിഞ്ഞ് പോകണം. ഉണക്കാകുമ്പോൾ ചിലപ്പോൾ കരിയുമായിരിക്കും. ഇതെന്തോ ഒരു കാട്. ഇവിടെയൊക്കെ ഇങ്ങനെ ഞാൻ കാടെടുത്തതായിരുന്നു. ഈ കാട്ടിനെയും പശുവിനെയൊക്കെ കെട്ടാം. പക്ഷെ എന്നെക്കൊണ്ട് പറ്റൂല. കൈ സർജറി കഴിഞ്ഞിരിക്കുകയല്ലേ. എന്നെക്കൊണ്ട് ഇനി ഒരു കൈ കൊണ്ടൊന്നും ചെയ്യത്തില്ല. പിന്നെ എന്തേലും ചെയ്യണം. മനസ്സിൻ്റെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെയാണ്. പിന്നെ ഇപ്പം ഡിവോഴ്സാണ്. 2 വർഷം ആവാറായി. ആളിൻ്റെ വീട്ടിൽ നിന്ന് ഞാനും എൻ്റെ മക്കളും ഇറങ്ങിയിട്ട്. ഭയങ്കര പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ആയിരുന്നു. ആൾ ഭയങ്കര മദ്യപാനി, അടിയൊക്കെ ആയിരുന്നു. മദ്യപിച്ച് പിന്നെ ഭാര്യയുടെ അടുത്ത് പതിയെ അങ്ങനെ സ്നേഹമില്ല. അടിയും ഇടിയും തൊടണം പിടിക്കണം, അത്രയും കുറ്റവും. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ അതൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കണേന്ന് പറഞ്ഞാൽ വേറുള്ള രീതികളൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ആയി. ഇത്തിരി ദൂരോട്ടൊക്കെ ആയിരുന്നു. എന്നിട്ട് പിന്നെ വീടിൻ്റെ പരിസരത്തൊക്കെ അങ്ങനെയൊക്കെ ഉള്ള രീതിയൊക്കെ ആയപ്പോൾ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റിയില്ല. ഞാൻ കരച്ചിലും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എന്തോ ചെയ്യണം. പിന്നെ അവിടെ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ വന്ന് എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റിയില്ല. പിന്നെ ലാസ്റ്റായപ്പോൾ പിന്നെ ഒരുമിച്ച് പോകാൻ എന്നെക്കൊണ്ട് പറ്റാതെ ആയി. പിന്നെ അങ്ങനെയൊക്കെ ആയി. സ്വർണ്ണങ്ങളും എല്ലാം തീർന്നു. എല്ലാം വിറ്റ് നശിപ്പിച്ച് ഒന്നും പറയണ്ട. ഇതൊക്കെ തന്നെ ജീവിതങ്ങൾ. സ്വർണ്ണങ്ങൾ മൊത്തവും തീർന്നു. അങ്ങനെ ഞാനും മക്കളും വാടകയ്ക്കാണ്. ഇപ്പം 1 വർഷമായി ഇവിടെ വന്നിട്ട്. ആദ്യം അപ്പാർട്ട്മെൻറ്റിലായിരുന്നു. എൻ്റെ ലിയോയും ലെനോയും നോക്കണത് കൊണ്ട് അവിടെ പറ്റൂലല്ലോ. അങ്ങനെ പിന്നെ എങ്ങനെയെങ്കിലും നമ്മൾ പോണിടത്തൊക്കെ അവരെയും കൊണ്ട് പോവും. പാവം കണ്ണ് തുറന്നപ്പോൾ റോഡിൻ്റെ മധ്യത്ത് ഇട്ട് കിട്ടിയതാണ്. വണ്ടിയുടെ ഇടയിൽ ചെന്ന് കയറി. അങ്ങനെ അത് കണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോണ വഴിക്കായിരുന്നു. അങ്ങനെ അത് കണ്ട് പാവം തോന്നി. പിടിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ട് അതിന് അമ്മയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പട്ടി, പൂച്ച, പിന്നെ പക്ഷികൾ, ഇങ്ങനെയൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് ഇങ്ങനെ നിൽക്കണണ്ട എൻ്റെ ലിയക്കുട്ടാ. അയ്യോ ഇത് ചുന്നരി മോലാനാടി. അങ്ങനെ കണ്ണ് തുറന്നപ്പോഴത്തേക്ക് അങ്ങനെ പിച്ച വെച്ച് റോഡിൽ വണ്ടിയുടെ ഇടയിൽ ചെന്ന് കയറി. അങ്ങനെ എനിക്ക് പാവം തോന്നി. പിടിച്ചുകൊണ്ട് വന്ന് പിന്നെ എൻ്റെ മോള് ഇതൊക്കെ പാലൊക്കെ കാച്ചിയതൊക്കെ കൊടുത്ത് ഒരു നിബിളും കുപ്പിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെയൊക്കെ അവന് കൊടുത്താണ് അവനെ വളർത്തിയത്. പിന്നെ വലുതായപ്പോൾ വിചാരിച്ചവനെ എങ്ങോട്ടെങ്കിലും അങ്ങ് വിടാമെന്ന്. പക്ഷെ പിന്നെ അവൻ പോവില്ല. ഭയങ്കര സ്നേഹമാണ്. പിന്നെ നമുക്കിപ്പോൾ അവനൊരു കാവലാണ്. അതുപോലെ അവൻ്റെ കൂടെ കളിക്കാൻ അവനെ കൊണ്ടുവന്ന് 1 ആഴ്ച ആയപ്പോഴത്തേക്ക് ഒരു പൂച്ചയെ കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ ഇവർ 2 പേരും കൂടെ കളിയായി. ഞാൻ ഇന്നലത്തെ ഷോർട്സ് വീഡിയോ അങ്ങനെയൊക്കെ അവരെയൊക്കെ 2 പേരെയൊന്നും ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ അവരെ വളർത്തി. പിന്നെ എൻ്റെ മോള് കോളേജിൽ നിന്ന് വരണം അവൻ്റെ സ്നേഹം കാണണമെങ്കിൽ കേട്ടോ. ഭയങ്കര സ്നേഹമാണ്. അവിടെ ചെന്ന് മതിലിൽ മനുഷ്യൻ നോക്കിക്കൊണ്ട് നിൽക്കും. കണക്ക് നോക്കിക്കൊണ്ടിരിക്കും എൻ്റെ കുട്ടി. പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യണം. ഈ കാട്ടിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ കിടക്കണമെന്ന് വെച്ചാൽ ഓണർ കാടെടുക്കില്ല. എന്തൊരു ചെയ്യാൻ പറ്റും. പിന്നെ ഇത്രയൊക്കെ എനിക്ക് കൈ ആവും എന്നുള്ളപ്പോൾ ഞാനാണ് ശരിയാക്കിയത്. പിന്നെ ഇനി ഞാൻ ഇത് നമ്മൾ ലിയോ കിടക്കണതിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ഓടണോണ്ട് പാമ്പിനെയൊന്നും അധികം കാണാറില്ല. പിന്നെ കീരിയൊക്കെ ഉണ്ട്. ചുറ്റുമതിലാണ് കേട്ടോ. ചുറ്റുമതിലാണ്. പിന്നെ ഇനി ഞാൻ ഇവിടെയൊക്കെ കാണിച്ചു തരാം. ഇവിടെ കണ്ട തോണ്ട ഇത് ഇതിൻ്റെ സൈഡാണ്. ഇത് കിച്ചൻ്റെ ഏരിയ. ആ സൈഡ് ഉണ്ടാ കിണറിൽ അവിടെ കിണറാണ്. ഇതെന്തൊരു കാട്. എൻ്റെ പൊന്നോ പറ്റണില്ല, അത്ര കാടാണ്. അങ്ങനെ ഇനിയിപ്പോൾ ലിയോയെ നമ്മൾ പോകേണ്ടിടത്ത് മൊത്തം കൊണ്ട് പോവാം. ഇനിയിപ്പോൾ അല്ലാതെ എന്തോന്ന് ചെയ്യണം. ഇതൊക്കെ തന്നെ അവസ്ഥകൾ. ഇവിടെ എങ്ങനെയെങ്കിലും 1 വർഷം കൂടെ എങ്ങനെയെങ്കിലും കിടക്കാം. ഓണർ വരൂല. വല്ലപ്പോഴെന്ന് പറഞ്ഞാൽ ആ തേങ്ങ ഒരു 2-3 തെങ്ങിൽ ഒരു 5-6 തേങ്ങ കിട്ടും. അത് വെട്ടാൻ വേണ്ടിയിട്ട് വരും. പിന്നെ
വരത്തൊന്നുമില്ല. പിന്നെ നമ്മളെന്തെങ്കിലും പണി ചെയ്യാൻ വിളിച്ചാലും വരത്തില്ല. അങ്ങനെയൊക്കെയാണ്. ഞാൻ ലിയോ കിണറ്റിൻ്റെ അങ്ങോട്ട് പോയേ കാണിച്ചു തരേ. കണ്ട കാട് കണ്ട കിടക്കണത് കാട്. എന്തൊരു ചെയ്യണത്. കുറേ ഞാൻ കിണറ്റിൻ്റെ മൂട് മൊത്തവും ഞാൻ കാടെടുത്തതാണ്. ലിയോ ബാ, ലിയപ്പാ നീ വാ. താ കണ്ട നീ വാ. എന്നാ ഡേയ് എന്നാ ലിയോ എന്നാ എന്നാ മക്കൾ വരി, ഉമ്മച്ചി പോണേ. വാ ഉമ്മ പോണ്, വാ ഓടി വാ. എന്നാ എന്നാ ലിയോ. ഗൈസ് ഇവിടെ അങ്ങോട്ട് റോഡ് കണ്ട് ഇവിടെ കടകളൊക്കെയാണ്. ഇവിടെ പാർട്ടി ഓഫീസാണ്. ഇവിടെ ഏഷ്യാനെറ്റ് നെറ്റിൻ്റെ ഓഫീസ് ഒക്കെ ഉണ്ട്. ഒരു കാട്ടിൻ്റെ ഇടയിലാണ് നമ്മൾ കിടക്കണം കേട്ടോ. ഇപ്പോൾ കിടന്നല്ലേ പറ്റൂ. ഈ മക്കളെയും കൊണ്ട് എവിടെയെങ്കിലും കിടക്കണ്ടേ. അങ്ങനെ ഇതെന്തോ ഒരു കാട്, വനം തന്നെ. കൊണ്ട് പറ്റത്തൊന്നുമില്ല. ഓണർ കാടെടുത്ത് വല്ലതൊക്കെ ഇട്ടിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിളച്ചൊക്കെ നടായിരുന്നു. കിളയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ പിച്ചാത്തി ഉണ്ടെങ്കിലുമൊക്കെ മാന്തി നടായിരുന്നു. ഇതൊക്കെ കണ്ട, ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥകളൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഈ പട്ടിയും പൂച്ചയും ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലും പോയി കിടന്നതിന് കാട്ടിൻ്റെ ഇടയിൽ കിടക്കാം. കതവൊക്കെ പകലുള്ള നേരമൊക്കെ തുറന്നിടാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. തെങ്ങിലൊന്നും ഒന്നുമില്ല. ഇയാൾ വന്ന് നോക്കും, തേങ്ങ ഇട്ടാൽ മാത്രം വരും. 1-2 കരിക്ക അങ്ങനെയൊക്കെ കിട്ടും. ഇതൊക്കെയാണ് അവസ്ഥകൾ. അപ്പോഴെല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളെല്ലാവരും. ഈ പാവത്തിനെ ഒന്ന് കടത്തി വിടണേ. ഒടിഞ്ഞ കൈയാണ്. എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേറെ ഒന്നും ചെയ്ത് ജീവിക്കാൻ പറ്റണില്ല. അപ്പോഴും മക്കളാണ് പറഞ്ഞമ്മ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് അങ്ങനെയെങ്കിലും രക്ഷപ്പെടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത് കേട്ടോ. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും. അപ്പം ഇല്ല, അവിടെ കണ്ട ഒരു ആത്തിമരം ഉണ്ടേ. അത് കാണിക്കത്തില്ല, അതിലങ്ങ് പഴുത്ത് കിടക്കണം. എന്തോന്ന് ചെയ്യാൻ പറ്റുമോ, എനിക്ക് കാണിക്കാൻ പറ്റൂല, കാടാണ്. കണ്ട കുന്നിക്കുരു മരം ഞാൻ കാണിച്ചേ. കുന്നിക്കുരുവിൻ്റെ ഇതാണ് കണ്ട, കുന്നിക്കുരുവിൻ്റെ ഇലയാണ്. ഇതാ കണ്ട, ഇത് കുന്നിക്കുരുവാണ്. ഈ പെരയുടെ മൊത്തവും കുന്നിക്കുരു മരമാണ്. കണ്ട ഇവിടെ കാച്ച് നിൽക്കുന്നതാ കണ്ട, കുന്നിക്കുരുവിൻ്റെ ഇതാണ്. ഹായ് കുന്നിക്കുരു മരമേ. കാട്ടിൻ്റെ ഇടയിൽ നിന്ന് വല്ല സാമ്പാർ ചീര സാമ്പാർ ചീര. വാ സാമ്പാർ ചീര ഞാൻ കാണിച്ചു തരാം കേട്ടോ. സാമ്പാർ ചീരേ ഇതാക്കണ്ട, സാമ്പാർ ചീരയൊക്കെ ഉണ്ട്. പക്ഷെ കാടാണെങ്കിലും ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ട്. എങ്ങനെ അങ്ങോട്ട് കയറാനും പറ്റൂല. അതുകൊണ്ട് ഇഷ്ടം പോലെ സാമ്പാർ ചീരയുണ്ട്. ഇത് ഇറച്ചി ചീരയെന്നും പറയും കേട്ടോ. ഇറച്ചി ചീര സാമ്പാർ ചീര. അപ്പോൾ ഓക്കെ ബൈ.